നമസ്കാരം. ഇന്നലെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രതിപക്ഷത്തിൻ്റെ അതിനുമപ്പുറത്തേക്ക് മലയാള മാധ്യമങ്ങളുടെ ചില ആശങ്കകൾ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കുവാൻ BJPക്ക് സംഖ്യാപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നുള്ളതിനാൽ BJPക്ക് അധികാരത്തിലുള്ള അല്ലെങ്കിൽ അവർ ഭരണത്തിൽ സഖ്യകക്ഷികളോട് ചേർന്നുള്ള 22 സംസ്ഥാനങ്ങളിൽ ഒരേ സമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം 2029 തിരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള പദ്ധതികൾ BJP തയ്യാറാക്കുന്നു എന്നുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ എന്നുള്ള ആശങ്ക വാർത്തകളായി തന്നെ മലയാള മാധ്യമങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട മാപ്രകൾ പങ്കുവച്ചിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള ഒരു വിശകലനം ഞാൻ ഇന്നലെ തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ അവരുടെ ഈ ആശങ്കകളെ വർദ്ധിപ്പിക്കുന്ന, എന്നാൽ അവരിന്നലെ സംപ്രേഷണം ചെയ്ത വാർത്തകളെയെല്ലാം തള്ളിക്കളയുന്ന തരത്തിലുള്ളൊരു വിവരം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ആ വിവരം പുറത്തുവിട്ടിരിക്കുന്ന മറ്റാരുമല്ല, ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയം ഗഹനമായി തന്നെ പരിശോധിക്കുന്ന ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ PP ചൗധരി അത്തരത്തിലൊരു വിഷയം വാർത്താമാധ്യമങ്ങളുമായി പങ്കുവച്ചിരിക്കുകയാണ്. PP ചൗധരി BJP MP ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ആശയത്തെ സംബന്ധിച്ച് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിലെ ഭൂരിഭാഗം അംഗങ്ങളും, ഇതിൽ പ്രതിപക്ഷത്തു നിന്നുള്ള അംഗങ്ങളുണ്ടാകാം. പ്രതിപക്ഷമെന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി മാത്രമല്ല, DMK ആകാം, തൃണമൂൽ കോൺഗ്രസ് ആകാം, മറ്റ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പ്രാദേശിക പാർട്ടികളാകാം. അങ്ങനെയുള്ള പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങളെല്ലാം ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിലുണ്ട്. അവരിൽ ഭൂരിഭാഗം പേരും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ആശയത്തെ അനുകൂലിക്കുന്നു എന്നാണ് PP ചൗധരി പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതുകൊണ്ട് ഒരു 2029 നമ്മളൊരു സാഹചര്യം ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ രാജ്യമൊട്ടാകെ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടത്തുവാൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നു. അതിനുള്ള നിയമങ്ങൾ അപ്പോഴത്തേക്ക് പാസ്സായി വരുന്നു എന്ന് ചിന്തിക്കുക. ഒരു വർഷം മാത്രമായി ഭരണത്തിലേറിയ സംസ്ഥാനങ്ങൾക്ക് അത് നഷ്ടമാണ്, അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവർക്ക് നഷ്ടമാണ്, പലർക്കും അത് ലാഭമാണ്. പക്ഷേ ഭാരതത്തിലൊട്ടാകെയുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആദ്യകാലങ്ങളിലൊക്കെ, തുടക്കകാലത്തിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലേക്കും ഒരേ സമയമാണ് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നെഹ്റുവും ഇന്ദിരാഗാന്ധിയും തുടർച്ചയായി സർക്കാരുകളെ പിരിച്ചുവിട്ട് കളിച്ചത് കൊണ്ട് തന്നെ ഈ സംവിധാനം ആകെ കുഴപ്പത്തിലായി. പിന്നീട് ഇതിന് ഒരു വ്യവസ്ഥയും ഇല്ലാതായി. പക്ഷെ ഭാരതം പോലൊരു വലിയ ജനാധിപത്യ സംവിധാനത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ കേന്ദ്രത്തിലേക്കുള്ള ലോക്സഭാ രാജ്യസഭാ തിരഞ്ഞെടുപ്പുകൾ വരെ നിരന്തരമായി നടക്കുന്നൊരു പ്രക്രിയകളായി മാറി. അതായത് ഭാരതത്തിൽ വർഷത്തിൽ എല്ലാ മാസവും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന അവസ്ഥയിലായി. അതിൽ ഈ സംസ്ഥാനങ്ങളും കേന്ദ്രത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളും തമ്മിലുള്ള ഒരു വ്യത്യാസമെങ്കിലും ഇല്ലാതാക്കുവാൻ ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ആശയം സഹായിക്കും. അതുകൊണ്ട് വലിയ ചിലവ് ലാഭിക്കാം. ഇലക്ഷൻ കമ്മീഷനിൽ ലാഭിക്കാം, തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ലാഭിക്കാം, കേന്ദ്ര സർക്കാരിനും ലാഭിക്കാം, സംസ്ഥാനങ്ങൾക്കും ലാഭിക്കാം. തന്നെയുമല്ല, ജനങ്ങളുടെ മനസ്സിൽ ഒരു സംശയം വിതച്ച് ഈ ആശയക്കുഴപ്പമുണ്ടാക്കി രാഷ്ട്രീയം കളിക്കുന്ന രീതിക്കും ഒരു പരിധിവരെ ഇതൊരു തടയിടും. കാരണം ലോക്സഭാ ഇലക്ഷൻ ആർക്കാണോ വോട്ട് ചെയ്യുന്നത് അതേ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. ജനങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്താം, സ്ഥാനാർത്ഥികൾ തമ്മിൽ താരതമ്യം ചെയ്ത്. ഇതിൽ നിന്നെല്ലാം പുതിയൊരു രാഷ്ട്രീയം തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ ഉരുവായി വന്നേക്കാം. ജനങ്ങൾ കൂടുതൽ രാഷ്ട്രീയ അവബോധത്തോടു കൂടി വ്യക്തിപരമായിട്ടുള്ള തങ്ങളുടെ നിയമസഭ അല്ലെങ്കിൽ ലോക്സഭാ സാമാജികരുമായിട്ടുള്ള സമ്പർക്കങ്ങളിലൂടെ ആർജിച്ചെടുത്തേക്കാം. തിരിച്ച് നിയമസഭാ സാമാജികരുടെയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെയോ കാര്യം പറഞ്ഞാൽ, ജനങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കണം എന്നുള്ളൊരു ധാരണ, അതിനുവേണ്ടി ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പരസ്യപ്രചാരണങ്ങൾ മാത്രം കൊണ്ട് ഒന്നുമാകില്ല. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി തന്നെ പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ ഏകീകൃതമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അപ്പുറത്ത് ലോക്സഭയിലേക്ക് അവർ ഒരു പാർട്ടിക്കാണ് അവരുടെ സമ്മതിദാനം രേഖപ്പെടുത്തിയതെങ്കിൽ, ഞാൻ നിൽക്കുന്ന പാർട്ടി വ്യത്യസ്തമായതുകൊണ്ട് എനിക്ക് ആ അവസരം നഷ്ടപ്പെടാതിരിക്കുവാനുള്ള പ്രവർത്തികൾ ഞാൻ ചെയ്യണമെന്നുള്ളൊരു ബോധം നിയമസഭാ സാമാജികർക്കും ലോക്സഭാ സാമാജികർക്കും, എന്തിന് രാജ്യസഭാ സാമാജികർക്ക് പോലും ജനങ്ങൾക്ക് നേരിട്ട് അവരുടെ തിരഞ്ഞെടുപ്പിൽ പങ്കില്ലെങ്കിൽ പോലും ഉണ്ടാകും എന്നുള്ളൊരു സകാരാത്മകമായിട്ടുള്ളൊരു ഗുണം കൂടി ഇതിലുണ്ട്. ഇത്തരത്തിലുള്ള ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിൽ ഇതിനെതിരെ പറയുന്നവർ, ഇത്തരത്തിലുള്ള ഒരു ആശയത്തിൻ്റെ വിമർശകർ പല വിമർശനങ്ങളും മുന്നോട്ട് വയ്ക്കാറുണ്ട്. അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു സംവാദം തന്നെ വേണ്ടതുണ്ട്. അതുകൊണ്ട് ആ നകാരാത്മകമായിട്ടുള്ള
ഗുണങ്ങൾ ഇതിനുണ്ട് എന്ന് പറയുന്നവരുടെ പോയിന്റുകൾ തൽക്കാലം ഞാൻ പരിശോധിക്കുന്നില്ല. അത് തീർച്ചയായും നമുക്ക് ഒരു സംവാദത്തിൽ RPയോടോ മറ്റോ ഉള്ള സംവാദത്തിൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ആശയത്തിലേക്ക് തിരികെ വന്നാൽ ഈ ആശയം അവിടെ നിൽക്കട്ടെ. BJPക്ക് പാസ്സാക്കാനുള്ള ബില്ലാണെങ്കിൽ അവരെങ്ങനെയും അത് പാസ്സാക്കി എടുത്തിരിക്കും, അല്ലെങ്കിൽ പ്ലാൻ B ഉണ്ടാകും അവർക്ക്. കേരളത്തിലെ മാധ്യമങ്ങളുടെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥ ഉള്ളിലുണ്ടാകുന്നത്. കാരണം 2014 നരേന്ദ്രമോദി അധികാരത്തിൽ ഏറുന്നത് വരെ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വരെ ഒരു പൂർണ്ണമായ സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു ഇവർക്കെല്ലാം അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ദില്ലിയിൽ. ഇപ്പോൾ അത് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. അവർക്ക് തോന്നുന്നത് പോലെ മന്ത്രിമാരുടെ കാര്യാലയങ്ങളിലും പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിലും പ്രധാനമന്ത്രിയുടെ വിമാനത്തിലും എല്ലാം കയറി ഇറങ്ങി അവിടുന്ന് കിട്ടുന്ന സൗജന്യ ഭക്ഷണവും അന്ന് കിട്ടിയിരുന്ന മദ്യവും എല്ലാം സേവിച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി തന്നെ ന്യൂസ് റൂമുകളിൽ നിർണ്ണയിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവാൻ 2013 വരെ അവർക്ക് കഴിഞ്ഞിരുന്നു. കേന്ദ്രത്തിലുള്ള ദേശീയ മാധ്യമങ്ങൾക്കും അതിൻ്റെ ഒരു അവാന്തര വിഭാഗങ്ങളായി മലയാള മാധ്യമങ്ങൾ ദില്ലിയിലുള്ള രാഷ്ട്രീയത്തെ നേരിട്ട് നിയന്ത്രിച്ചിരുന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ദില്ലിയിൽ അവരുടെ റോൾ മോഡലുകളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ആരാധനയോടെ കണ്ട് അതിൻ്റെ അല്ലെങ്കിൽ പരിഷ്കൃത രൂപങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ ഈ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അതിൻ്റെ പ്രധാന കാരണം അവർക്ക് കിട്ടിയിരുന്ന വിവരങ്ങളായിരുന്നു. ഭരണത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളുടെയും ഉള്ളുകളിൽ അവർക്കറിയാമായിരുന്നു. ഉദ്യോഗസ്ഥർ അവരുടെ വരുതിയിലായിരുന്നു, ഭരണാധികാരികൾ അവരുടെ ഇഷ്ടക്കാരായിരുന്നു. ഇതെല്ലാം നരേന്ദ്രമോദി വന്നതോടുകൂടി മാറി. നോട്ട് നിരോധനത്തിൻ്റെ കാര്യം മുതൽ ഇന്ന് ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ബില്ലിൻ്റെ കാര്യത്തിലാകട്ടെ വ്യക്തമായിട്ടുള്ള യാതൊരു വിവരവും നമ്മുടെ മാധ്യമങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ ഊഹാപോഹങ്ങളും കോൺസ്പിറസി തിയറികളുമായി ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഇറങ്ങേണ്ട ഗതികേട് അവർക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഒന്ന് പരിതപിക്കുകയും ഒന്ന് ഉറക്കെ ചിരിക്കുകയും ചെയ്യുവാൻ വേണ്ടിയാണ്, മനസ്സിൽ ഞാൻ ചിരിക്കുന്നുണ്ട് ഉറക്കെ, ഈ ഒരു വിഷയം ഇപ്പോൾ കയ്യിലെടുത്ത് ഇന്നലെ ഇതിൻ്റെ ഒരു ഏതാണ്ട് പൂർണ്ണമായിട്ടുള്ള വിശദരൂപം ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചാണ്. ഇനിയും കൂടുതൽ വിശദമായ ചർച്ച ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതിലേക്ക് നമുക്ക് പോകാം വരും ദിവസങ്ങളിൽ. ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം മലയാള മാപ്രകളെ നോക്കി ഒന്ന് കണ്ണിറക്കി കാണിച്ച് പുഞ്ചിരിക്കുകയോ അല്ലെങ്കിൽ ഉള്ളിൽ പൊട്ടിച്ചിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും ആ പൊട്ടിച്ചിരികളോടെ പുഞ്ചിരികളോടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച്, ഈ വിഷയത്തെ മലയാള മാപ്രകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച രീതികളെക്കുറിച്ച്, അവർക്ക് ഇപ്പോൾ ലഭിക്കാതായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് നഷ്ടമായ സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഉത്രാടപ്പാച്ചിൽ ആശംസകൾ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.